തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. 45-ാം അധ്യായം. ദേശത്ത് കർത്താവിൻ്റെ ഓഹരി. നിങ്ങൾ സ്ഥലം ഭാഗം വയ്ക്കുമ്പോൾ ഒരു ഭാഗം 25,000 മുഴം നീളത്തിലും 20,000 മുഴം വീതിയിലും കർത്താവിൻ്റെ വിശുദ്ധ ഭാഗമായി നീക്കിവയ്ക്കണം. ആ സ്ഥലം മുഴുവനും വിശുദ്ധമായിരിക്കും. ഇതിൽ 500 മുഴം നീളവും വീതിയുമുള്ള സമചതുരം വിശുദ്ധ മന്ദിരത്തിനുള്ളതാണ്. അതിനു ചുറ്റും 50 മുഴം ഒഴിവാക്കിയിടണം. വിശുദ്ധ മേഖലയിൽ 25,000 മുഴം നീളത്തിലും 10,000 മുഴം വീതിയിലും അളന്നു തിരിക്കുക. അതിൽ വേണം അതിവിശുദ്ധമായ ദേവാലയം സ്ഥിതി ചെയ്യാൻ. അത് ദേശത്തിൻ്റെ വിശുദ്ധ ഭാഗമായിരിക്കും. ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നവരും കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവിടുത്തെ സമീപിക്കുന്നവരുമായ പുരോഹിതന്മാർക്ക് വേണ്ടിയായിരിക്കും അത്. അവിടെയായിരിക്കും അവരുടെ ഭവനങ്ങളും ദേവാലയത്തിനുള്ള വിശുദ്ധ സ്ഥലവും. 25,000 മുഴം നീളവും 10,000 മുഴം വീതിയുമുള്ള ബാക്കി ഭാഗം ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന ലേവ്യർക്കുള്ളതാണ്. അത് അവർക്ക് വസിക്കാനുള്ള നഗരത്തിനു വേണ്ട സ്ഥലമാണ്. വിശുദ്ധ മേഖലയോട് ചേർന്ന് 25,000 മുഴം നീളത്തിലും 5,000 മുഴം വീതിയിലും നഗരത്തിനായി സ്ഥലം നീക്കി വയ്ക്കണം. അത് ഇസ്രായേൽ ഭവനത്തിൻ്റെ പൊതു സ്വത്താണ്. രാജാവിൻ്റെ അവകാശവും ചുമതലയും. വിശുദ്ധ മേഖലയുടെയും നഗരസ്വത്തിൻ്റെയും ഇരുവശങ്ങളിലായി അവയോട് ചേർന്ന് കിഴക്കും പടിഞ്ഞാറുമായി ഒരു ഗോത്രത്തിൻ്റെ ഓഹരി സ്ഥലത്തോളം നീളത്തിൽ രാജ്യത്തിൻ്റെ പടിഞ്ഞാറേ അതിർത്തി മുതൽ കിഴക്കേ അതിർത്തി വരെ നീണ്ടുകിടക്കുന്ന സ്ഥലം രാജാവിനുള്ളതായിരിക്കും. ഇസ്രായേലിൽ ഇത് രാജാവിൻ്റെ സ്വത്തായിരിക്കണം. എൻ്റെ രാജാക്കന്മാർ എൻ്റെ ജനത്തെ ഒരിക്കലും പീഡിപ്പിക്കരുത്. ഇസ്രായേൽ ഭവനത്തിന് ഗോത്രങ്ങൾക്ക് അനുസൃതമായ സ്ഥലം അവർ വിട്ടുകൊടുക്കണം. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു: ഇസ്രായേൽ രാജാക്കന്മാരെ, മതിയാക്കുക. അക്രമവും പീഡനവും അവസാനിപ്പിച്ച് നീതിയും ന്യായവും നടത്തുവിൻ. എൻ്റെ ജനത്തെ കുടിയിറക്കുന്നത് നിർത്തുവിൻ. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു: ശരിയായ ത്രാസും ഏഫായും ബത്തും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഏഫായുടെയും ബത്തിൻ്റെയും അളവ് ഒന്നായിരിക്കണം. ഹോമറിൻ്റെ 10 എഫ. ബത്തും ഹോമറിൻ്റെ 10 തന്നെ. ഹോമറായിരിക്കണം അടിസ്ഥാന അളവ്. 1 ഷെക്കൽ 20 ഗേര ആയിരിക്കണം. 5 ഷെക്കൽ 5 ഷെക്കലും 10 ഷെക്കൽ 10 ഷെക്കലും ആയിരിക്കണം. നിങ്ങളുടെ മീന 50 ഷെക്കൽ ആയിരിക്കണം. നിങ്ങൾ സമർപ്പിക്കേണ്ട വഴിപാട് ഇതാണ്: ഗോതമ്പും ബാർലിയും ഹോമറിന് ഏഫായുടെ 1/6, എണ്ണ കോറിന് ബത്തിൻ്റെ 10, കോർ ഹോമർ പോലെ തന്നെ 10 ബത്ത്. ഇസ്രായേൽ കുടുംബങ്ങൾ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് 200-ന് 1 എന്ന കണക്കിൽ സമർപ്പിക്കണം. ഇവർ അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാനുള്ള ധാന്യബലിക്കും ദഹനബലിക്കും സമാധാന ബലിക്കും വേണ്ട കാഴ്ചയാണ്. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു: ഇസ്രായേൽ രാജാവിൻ്റെ കയ്യിൽ ജനമെല്ലാം ഈ കാഴ്ച വസ്തുക്കൾ ഏൽപ്പിക്കണം. ഇസ്രായേലിൻ്റെ എല്ലാ നിശ്ചിത തിരുനാളുകളിലും അമാവാസികളിലും സാബത്തുകളിലും ദഹനബലിക്കും ധാന്യബലിക്കും പാനീയബലിക്കും വേണ്ട വകകൾ കൊടുക്കുക രാജാവിൻ്റെ കടമയാണ്. ഇസ്രായേൽ ഭവനത്തിൻ്റെ പാവപരിഹാരത്തിനു വേണ്ടി അവൻ പാവപരിഹാര ബലികൾക്കും ധാന്യബലികൾക്കും ദഹനബലികൾക്കും സമാധാന ബലികൾക്കും വേണ്ടത് നൽകണം.
തിരുനാളുകൾ. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. 1-ാം മാസം 1-ാം ദിവസം ഊനമറ്റ ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്ന് വിശുദ്ധ സ്ഥലം ശുദ്ധീകരിക്കണം. പുരോഹിതൻ പാവപരിഹാര ബലിയിൽ നിന്ന് കുറെ രക്തമെടുത്ത് ദേവാലയത്തിൻ്റെ വാതിൽപ്പടികളിലും ബലിപീഠത്തിൻ്റെ 4 കോണുകളിലും അകത്തെ അങ്കണവാതിലിൻ്റെ തൂണുകളിലും പുരട്ടണം. അശ്രദ്ധയോ അജ്ഞതയോ മൂലം പാപം ചെയ്തവനു വേണ്ടി മാസത്തിൻ്റെ 7-ാം ദിവസം ഇത് തന്നെ ചെയ്യണം. അങ്ങനെ ദേവാലയത്തിനു വേണ്ടി പ്രായശ്ചിത്തം ചെയ്യണം. 1-ാം മാസം 14-ാം ദിവസം നിങ്ങൾ പെസഹ തിരുനാൾ ആഘോഷിക്കണം. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പമേ ഭക്ഷിക്കാവൂ. അന്ന് രാജാവ് തനിക്കും ദേശത്തിലെ എല്ലാവർക്കും വേണ്ടി പാവപരിഹാര ബലിക്കായി ഒരു കാളക്കുട്ടിയെ കൊടുക്കണം. തിരുനാളിൻ്റെ 7 ദിവസങ്ങളിലും ദഹനബലിക്കായി ഊനമറ്റ 7 കാളക്കുട്ടികളെയും 7 മുട്ടാടുകളെയും പ്രതിദിനം കൊടുക്കണം. ദിവസേന ഓരോ കോലാടിനെയും അവൻ കർത്താവിന് പാവപരിഹാര ബലിയായി നൽകണം. ഓരോ കാളയ്ക്കും ഓരോ മുട്ടാടിനും ഓരോ ഏഫ ധാന്യവും ഓരോ ഏഫായ്ക്കും ഓരോ ഹിൻ എണ്ണയും കൊടുക്കണം. 7-ാം മാസം 15-ാം ദിവസവും തിരുനാളിൻ്റെ 7 ദിവസങ്ങളിലും പാവപരിഹാര ബലിക്കും ദഹനബലിക്കും അവയ്ക്കുള്ള ധാന്യത്തിനും എണ്ണയ്ക്കും ഇതേ ക്രമം തന്നെ അവൻ പാലിക്കണം. എസെക്കിയേലിൻ്റെ 46-ാം അധ്യായം. രാജാവും തിരുനാളുകളും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. അകത്തെ അങ്കണത്തിൻ്റെ കിഴക്കേ പടിപ്പുര ജോലി ദിവസങ്ങൾ 6-ലും അടച്ചിരിക്കണം. സാബത്തിലും അമാവാസിയിലും അത് തുറന്നിടണം. രാജാവ് പുറത്തുനിന്ന് പടിപ്പുരയുടെ ഭൂമുഖത്തിൻ്റെ പാർശ്വകവാടത്തിലൂടെ പ്രവേശിച്ച് തൂണിനരികെ നിൽക്കണം. അവൻ്റെ ദഹനബലിയും സമാധാന ബലിയും പുരോഹിതന്മാർ അർപ്പിക്കണം. പടിപ്പുരയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് അവൻ ആരാധന നടത്തുകയും വേണം. അത് കഴിഞ്ഞ് അവൻ പുറത്തു പോകണം. എന്നാൽ വൈകുന്നേരം വരെ പടിപ്പുരവാതിൽ അടയ്ക്കരുത്. ജനം സാബത്തിലും അമാവാസിയിലും പടിപ്പുരവാതിൽക്കൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധന നടത്തണം. സാബത്തിൽ രാജാവ് കർത്താവിന് സമർപ്പിക്കുന്ന ദഹനബലി ഊനമറ്റ 6 ആട്ടിൻകുട്ടികളും 1 മുട്ടാടും ആയിരിക്കണം. ധാന്യബലിയായി മുട്ടാടിനൊപ്പം 1 ഏഫായും കുഞ്ഞാടുകൾക്കൊപ്പം തൻ്റെ കഴിവ് പോലെയും ഓരോ ഏഫായ്ക്കും ഓരോ ഹിൻ എണ്ണയും അവൻ നൽകണം. അമാവാസിയിൽ ഊനമറ്റ 1 കാളക്കുട്ടിയെയും 6 ആട്ടിൻകുട്ടികളെയും 1 മുട്ടാടിനെയും അവൻ കാഴ്ച കൊടുക്കണം. കാളയോടും മുട്ടാടിനോടുമൊപ്പം ഓരോ ഏഫായും ആട്ടിൻകുട്ടികളോടൊപ്പം തൻ്റെ കഴിവ് പോലെയും ഓരോ ഏഫായ്ക്കും ഓരോ ഹിൻ എണ്ണയും ധാന്യബലിയായി കൊടുക്കണം. രാജാവ് പടിപ്പുരയുടെ ഭൂമുഖത്തിലെ പാർശ്വകവാടത്തിലൂടെ പ്രവേശിക്കുകയും ആ വഴിയിലൂടെ തന്നെ പുറത്തു പോകുകയും വേണം. നിശ്ചിത തിരുനാളുകളിൽ ദേശത്തെ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി വരുമ്പോൾ വടക്കേ പടിപ്പുരയിലൂടെ പ്രവേശിക്കുന്നവൻ തെക്കേ പടിപ്പുരയിലൂടെയും തെക്കേതിലൂടെ പ്രവേശിക്കുന്നവൻ വടക്കേതിലൂടെയും പുറത്തു പോകണം. താൻ പ്രവേശിച്ച പടിപ്പുരയിലൂടെ തിരികെ പോകാതെ അതിനെതിരെയുള്ള അതിലൂടെ വേണം പുറത്തു പോകാൻ. അവർ അകത്തു കടക്കുമ്പോൾ രാജാവും അവരോടൊപ്പം അകത്തു പ്രവേശിക്കുകയും പുറത്തു പോകുമ്പോൾ അവരോടൊപ്പം പുറത്തു പോവുകയും വേണം. തിരുനാളുകളിലും നിശ്ചിത കാലങ്ങളിലും ധാന്യബലി കാളക്കുട്ടിയോടും മുട്ടാടിനോടുമൊപ്പം 1 ഏഫായും ആട്ടിൻകുട്ടികളോടൊപ്പം ഓരോരുത്തൻ്റെ കഴിവ് പോലെയും ഓരോ ഏഫായ്ക്കും ഓരോ ഹിൻ എണ്ണയും ആയിരിക്കും. രാജാവ് ദഹനബലിയോ സമാധാന ബലിയോ കർത്താവിന് സ്വമേധയാ സമർപ്പിക്കുമ്പോൾ കിഴക്കേ പടിപ്പുര അവനു വേണ്ടി തുറന്നു കൊടുക്കണം. സാബത്തിൽ ചെയ്യാറുള്ളതുപോലെ തൻ്റെ ദഹനബലിയും സമാധാന ബലിയും അവൻ സമർപ്പിക്കണം. അത് കഴിഞ്ഞ് പുറത്തു പോകണം. അതിനുശേഷം പടിപ്പുര അടയ്ക്കുകയും വേണം. അവൻ ദഹനബലിക്കായി 1 വയസ്സുള്ള ഊനമറ്റ ഓരോ ആട്ടിൻകുട്ടിയെ ദിവസേന കർത്താവിന് കൊടുക്കണം. ഓരോ പ്രഭാതത്തിലും അവൻ അങ്ങനെ ചെയ്യട്ടെ. അതിനോടൊപ്പം 1/6 ഏഫായും മാവ് കുഴയ്ക്കാൻ 1/3 ഹിൻ എണ്ണയും ധാന്യബലിക്കായി
അവൻ ഓരോ പ്രഭാതത്തിലും കർത്താവിന് കൊടുക്കണം. ദിനം തോറുമുള്ള ബലിയുടെ നിയമമാണിത്. ഇപ്രകാരം ആട്ടിൻകുട്ടിയും ധാന്യബലിയും എണ്ണയും ഓരോ പ്രഭാതത്തിലും ദൈനംദിന ദഹനബലിക്കായി നൽകണം. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, രാജാവ് തൻ്റെ പുത്രന്മാരിൽ ആർക്കെങ്കിലും തൻ്റെ പൈതൃകാവകാശത്തിൽ നിന്ന് ഒരു സമ്മാനം കൊടുത്താൽ അത് അവൻ്റേതായിരിക്കും. അത് അവന് പൈതൃക സ്വത്തായിരിക്കും. അവൻ തൻ്റെ പിതൃസ്വത്തിൽ നിന്ന് തൻ്റെ ദാസന്മാരിൽ ഒരുവന് ഒരു സമ്മാനം കൊടുത്താൽ വിമോചന വർഷം വരെ അത് അവൻ്റേതായിരിക്കും. അതിനുശേഷം അത് തിരികെ കൊടുക്കണം. രാജാവിൻ്റെ പിതൃസ്വത്തിൽ നിന്നുള്ള സമ്മാനം അവൻ്റെ പുത്രന്മാർക്ക് മാത്രമുള്ളതാണ്. ജനത്തെ അവരുടെ സ്വത്തിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്താക്കി രാജാവ് അവരുടെ പൈതൃകാവകാശം കൈവശപ്പെടുത്താൻ പാടില്ല. സ്വന്തം സ്വത്തിൽ നിന്നാണ് അവൻ മക്കൾക്ക് പൈതൃകാവകാശം നൽകേണ്ടത്. അങ്ങനെയാവുമ്പോൾ എൻ്റെ ജനത്തിൻ്റെ സ്വത്ത് അവർക്ക് നഷ്ടപ്പെടുകയില്ല. അതിനുശേഷം അവൻ എന്നെ പടിപ്പുരയുടെ പാർശ്വകവാടത്തിലൂടെ പുരോഹിതന്മാരുടെ വിശുദ്ധ മുറികളുടെ വടക്കേ നിരയിലേക്ക് കൊണ്ടുവന്നു. അവയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്ത് ഞാനൊരു സ്ഥലം കണ്ടു. അവൻ എന്നോട് പറഞ്ഞു, പുറത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്ന് ജനത്തിലേക്ക് പരിശുദ്ധി പടരാതിരിക്കേണ്ടതിന് പുരോഹിതന്മാർ പ്രായശ്ചിത്തബലിയും പാവപരിഹാരബലിയും വേവിക്കുകയും ധാന്യബലി ചുടുകയും ചെയ്യേണ്ട സ്ഥലമാണ് ഇത്. പിന്നെ അവൻ എന്നെ പുറത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്ന് അങ്കണത്തിലെ 4 കോണുകളിലേക്കും നയിച്ചു. അങ്കണത്തിലെ ഓരോ കോണിലും ഓരോ അങ്കണമുണ്ടായിരുന്നു. 40 മുഴം നീളവും 30 മുഴം വീതിയുമുള്ള ഓരോ ചെറിയ അങ്കണം 4 കോണിലുമുണ്ടായിരുന്നു. അവ ഒരേ വലിപ്പത്തിലായിരുന്നു. 4 അങ്കണങ്ങളുടെയും ഉൾവശത്ത് ചുറ്റിലും കൽഭിത്തി കെട്ടിയിരുന്നു. അതിൻ്റെ ചുവട്ടിൽ ചുറ്റും അടുപ്പുകളുമുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നവർ ജനത്തിൻ്റെ ബലിവസ്തുക്കൾ വേവിക്കുന്ന സ്ഥലമാണിത്. യെസക്കിയേലിൻ്റെ 47-ാം അധ്യായം. ദേവാലയത്തിൽ നിന്ന് നീർച്ചാൽ. പിന്നെ അവൻ എന്നെ ദേവാലയ വാതിൽക്കലേക്ക് തിരികെ കൊണ്ടുവന്നു. അതാ, ദേവാലയ പൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളം ഒഴുകുന്നു. ദേവാലയത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. ദേവാലയ പൂമുഖത്തിൻ്റെ വലത്തുഭാഗത്ത് ബലിപീഠത്തിൻ്റെ തെക്കുവശത്ത് അടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. പിന്നെ അവൻ എന്നെ വടക്കേ പടിപ്പുരയിലൂടെ പുറത്തു കൊണ്ടുവരികയും കിഴക്കേ പടിപ്പുരയിലേക്ക് പുറത്തുകൂടെ നയിക്കുകയും ചെയ്തു. വെള്ളം തെക്കുവശത്ത് കൂടെ ഒഴുകിയിരുന്നു. കയ്യിൽ ചരടുമായി അവൻ കിഴക്കോട്ട് നടന്ന് 1000 മുഴം അളന്നു. എന്നിട്ട് വെള്ളത്തിലൂടെ എന്നെ നയിച്ചു. അവിടെ കണങ്കാൽ വരെ വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു. വീണ്ടും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ അരയ്ക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്നു. എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത്. വെള്ളം അത്രയ്ക്ക് ഉയർന്നിരുന്നു. നീന്താൻ വേണ്ടുന്ന ആഴമുണ്ടായിരുന്നു അതിന്. നടന്ന് അക്കരെ പറ്റാൻ വയ്യാത്ത ഒരു നദി. അവൻ എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, നീ ഇത് കണ്ടോ? പിന്നെ അവൻ എന്നെ നദീതീരത്തിലൂടെ തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ തിരിച്ചു പോന്നപ്പോൾ നദിയുടെ ഇരുകരയിലും വളരെയധികം വൃക്ഷങ്ങൾ കണ്ടു. അവൻ എന്നോട് പറഞ്ഞു, ഈ വെള്ളം കിഴക്കൻ പ്രദേശങ്ങളിലൂടേക്ക് ഒഴുകി അരബായിൽ ചേരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്ന് അതിനെ ശുദ്ധജലമാക്കുന്നു. നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും. അവിടെ ധാരാളം മത്സ്യങ്ങളും ഉണ്ടായിരിക്കും. കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനായാണ് നദി അങ്ങോട്ട് ഒഴുകുന്നത്. അങ്ങനെ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും. മീൻപിടുത്തക്കാർ ആ കടൽക്കര നിൽക്കും. എൻഗേദി മുതൽ എഗ്ലായിം വരെ വല വീശാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ മഹാസമുദ്രത്തിലെ പോലെ വിവിധ തരം മത്സ്യങ്ങളുമുണ്ടായിരിക്കും. എന്നാൽ നദിയുടെ സമീപത്തുള്ള ചേറ്റുനിലങ്ങളും ചതുപ്പു നിലങ്ങളും ശുദ്ധമാക്കപ്പെടുകയില്ല. ഉപ്പിനു വേണ്ടി അവ മാറ്റിവച്ചിരിക്കുന്നു.
നദിയുടെ ഇരുകരങ്ങളിലും എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും. അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല. അവയ്ക്ക് വേണ്ട ജലം വിശുദ്ധ സ്ഥലത്തു നിന്ന് ഒഴുകുന്നതുകൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും. അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കുന്നു. ദേശത്തിൻ്റെ അതിരുകൾ. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾക്കിടയിൽ നീ ദേശം വിഭജിക്കുന്നത് ഇപ്രകാരമായിരിക്കണം. ജോസഫിന് 2 പങ്കുണ്ടായിരിക്കണം. നിങ്ങൾ അത് തുല്യമായി വേണം ഭാഗിക്കാൻ. ഈ ദേശം നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തു. പൈതൃക അവകാശമായി നിങ്ങൾക്ക് ഇത് ലഭിക്കും. ദേശത്തിൻ്റെ അതിർത്തി ഇതായിരിക്കണം. വടക്കോട്ട് മഹാസമുദ്രം മുതൽ ഹെത്ലോൺ വഴി ഹമാത്തിൻ്റെ അതിർത്തി വരെ. അവിടെ നിന്ന് സെദാദ്, ബെറോത്ത, ദമാസ്കസിൻ്റെയും ഹമാത്തിൻ്റെയും ഇടയ്ക്കുള്ള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സിബ്രായും, ഹൗറാൻ്റെ അതിർത്തിയിലുള്ള ഹാസർ ഹത്തിഹോൻ എന്നിവരെയും, അങ്ങനെ വടക്കേ അതിർത്തി സമുദ്രം മുതൽ ദമാസ്കസിൻ്റെ വടക്കേ അതിർത്തിയിലുള്ള ഹസാർ ഏനോൻ വരെയും അതിനു വടക്കുള്ള ഹമാത്തിൻ്റെ അതിർത്തി വരെയും. ഇതാണ് വടക്കേ അതിര്. കിഴക്കേ അതിർത്തി ദമാസ്കസിൻ്റെയും ഹൗറാൻ്റെയും ഇടയ്ക്കുള്ള ഹസാർ ഏനോൻ മുതൽ ഇസ്രായേൽ ദേശത്തിനും ഗിലെയാദിനും ഇടയ്ക്ക് ജോർദാൻ വഴി കിഴക്കേ കടലും താമാറും വരെയും. ഇതായിരിക്കണം കിഴക്കേ അതിര്. തെക്കേ അതിർത്തി താമാർ മുതൽ മെരിബാത് കദേശിലെ ജലാശയം വരെയും അവിടെ നിന്ന് ഈജിപ്തോട് വഴി മഹാസമുദ്രം വരെയും. ഇതായിരിക്കണം തെക്കേ അതിർത്തി. ഹമാത്തിൻ്റെ കവാടത്തിന് നേരെ വരെ മഹാസമുദ്രമായിരിക്കണം പടിഞ്ഞാറേ അതിർത്തി. അങ്ങനെ ഇസ്രായേൽ ഗോത്രങ്ങൾക്കനുസൃതമായി നിങ്ങൾ ഈ ദേശം വിഭജിച്ചെടുക്കണം. നിങ്ങൾക്കും നിങ്ങളുടെ ഇടയിൽ താമസിക്കവേ കുട്ടികൾ ജനിച്ച് അവിടെ പാർക്കുന്ന വിദേശീയർക്കും പൈതൃക അവകാശമായി അത് പങ്കുവയ്ക്കണം. അവർ നിങ്ങൾക്ക് സ്വദേശീയരായ ഇസ്രായേൽ മക്കളെ പോലെ ആയിരിക്കണം. ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ നിങ്ങളോടൊപ്പം അവർക്കും ഒരവകാശം ലഭിക്കണം. പരദേശി പാർക്കുന്ന ഗോത്രം ഏതോ ആ ഗോത്രത്തിൽ തന്നെ അവന് ഓഹരി കൊടുക്കണം. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. എസെക്കിയേലിൻ്റെ 48-ാം അധ്യായം. ഗോത്രങ്ങളുടെ ഓഹരി. ഗോത്രങ്ങളുടെ പേരുകൾ ഇവയാണ്. വടക്കേ അതിർത്തിയിൽ ആരംഭിച്ച് കടൽ മുതൽ ഹെത്ലോൺ വഴി ഹമാത്തിൻ്റെ കവാടം വരെയും ഹമാത്തിന് നേരെ ദമാസ്കസിൻ്റെ വടക്കേ അതിർത്തിയിലുള്ള ഹസാർ ഏനോൻ വരെയും കിഴക്ക് പടിഞ്ഞാറ് വ്യാപിച്ചു കിടക്കുന്ന ദാനാണ് ഒരു ഭാഗം. അതിനോട് ചേർന്ന് കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ ആഷേറിൻ്റെ ഓഹരിയാണ്. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് നഫ്താലിയുടേത്. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ മനാസയുടെ ഓഹരിയാണ്. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് എഫ്രായിമിൻ്റെ അവകാശം. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ റൂബൻ്റെ ഓഹരിയാണ്. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ യൂദയായുടെ ഓഹരി. വിശുദ്ധ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ 25,000 മുഴം വീതിയിലും ഒരു ഗോത്രത്തിൻ്റെ ഓഹരിയുടേതിന് തുല്യമായ നീളത്തിലും കിഴക്ക് പടിഞ്ഞാറായി നിങ്ങൾ നീക്കിവയ്ക്കുന്ന ഒരു ഭാഗം. അതിന് മധ്യയായിരിക്കും വിശുദ്ധ മന്ദിരം. കർത്താവിന് വേണ്ടി നിങ്ങൾ മാറ്റിവയ്ക്കുന്ന സ്ഥലത്തിൻ്റെ നീളം 25,000 മുഴവും വീതി 10,000 മുഴവും ആയിരിക്കണം. വിശുദ്ധ ഓഹരിയായി നീക്കിവയ്ക്കേണ്ടത് ഇവയാണ്: വടക്ക് 25,000 മുഴം നീളവും പടിഞ്ഞാറ് 10,000 മുഴം വീതിയും കിഴക്ക് 10,000 മുഴം വീതിയും തെക്ക് 25,000 മുഴം നീളവുമുള്ള ഒരു ഭാഗം പുരോഹിതന്മാർക്കായി നീക്കിവയ്ക്കണം. അതിൻ്റെ മധ്യത്തിലായിരിക്കണം കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം. ഇസ്രായേൽ വംശവും ലേവ്യരും വഴിതെറ്റിയപ്പോൾ അവരോടൊപ്പം മാർഗഭ്രംശം സംഭവിക്കാതെ എൻ്റെ ആലയത്തിൻ്റെ ചുമതല വഹിച്ച അഭിഷിക്ത പുരോഹിതരായ സാദോക്കിൻ്റെ പുത്രന്മാർക്കുള്ളതാണിത്. ലേവ്യരുടെ അതിർത്തിയോട് ചേർന്ന്
വിശുദ്ധ ഓഹരിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത അതിവിശുദ്ധമായ ഓഹരിയാണ് അവരുടേത്. പുരോഹിതന്മാരുടേതിനോട് ചേർന്ന് 25,000 മുഴം നീളത്തിലും 10,000 മുഴം വീതിയിലും ഒരു ഓഹരി ലേവ്യർക്കുണ്ടായിരിക്കണം. ആകെ നീളം 25,000 മുഴവും വീതി 10,000 മുഴവും. അവർ അത് വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ അരുത്. ദേശത്തിൻ്റെ ഈ വിശിഷ്ട ഭാഗം അവർ അന്യാധീനപ്പെടുത്തി കളയരുത്, എന്നാൽ അത് കർത്താവിന് വിശുദ്ധമാണ്. ശേഷിച്ച 5,000 മുഴം വീതിയും 25,000 മുഴം നീളവുമുള്ള ഭാഗം പട്ടണത്തിലെ സാധാരണ ആവശ്യത്തിനും താമസത്തിനും പ്രാന്തപ്രദേശത്തിനും വേണ്ടിയാണ്. നഗരം അതിൻ്റെ മധ്യത്തിലായിരിക്കണം. അതിൻ്റെ അളവുകൾ ഇതായിരിക്കണം: വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും 4,500 മുഴം വീതം. നഗരത്തിനൊരു തുറസായ സ്ഥലമുണ്ടായിരിക്കണം. വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും 250 മുഴം വീതം. വിശുദ്ധ ഓഹരിയുടെ അരികു ചേർന്ന് മിച്ചമുള്ളത് കിഴക്കും പടിഞ്ഞാറും 10,000 മുഴം വീതമായിരിക്കണം. അവിടുത്തെ ഉൽപ്പന്നങ്ങൾ നഗരത്തിലെ ജോലിക്കാർക്ക് ഭക്ഷണത്തിനുള്ളതാണ്. ഇസ്രായേലിലെ എല്ലാ ഗോത്രത്തിലും പെട്ട നഗരത്തിലെ കൃഷിക്കാർ അതിൽ കൃഷി ചെയ്യണം. നിങ്ങൾ നീക്കിവയ്ക്കുന്ന മുഴുവൻ ഭാഗവും വിശുദ്ധ ഓഹരിയും നഗരസ്വത്തും കൂടി 25,000 മുഴത്തിൽ സമചതുരമായിരിക്കണം. വിശുദ്ധ ഓഹരിക്കും നഗരസ്വത്തിനും ഇരുവശത്തും ശേഷിക്കുന്ന ഭാഗം രാജാവിനുള്ളതാണ്. വിശുദ്ധ ഓഹരിയുടെ 25,000 മുഴം സ്ഥലത്തുനിന്ന് കിഴക്കേ അതിരുവരെയും പടിഞ്ഞാറേ അതിരുവരെയും ഗോത്രങ്ങളുടെ ഓഹരികൾക്ക് സമാന്തരമായി വ്യാപിച്ചു കിടക്കുന്ന സ്ഥലം രാജാവിനുള്ളതാണ്. വിശുദ്ധ ഓഹരിയും ദേവാലയത്തിനുള്ള വിശുദ്ധ സ്ഥലവും അതിൻ്റെ നടുക്കായിരിക്കും. നഗരത്തിൻ്റെയും ലേവ്യരുടെയും സ്വത്തുക്കൾ രാജാവിൻ്റെ ഓഹരിയുടെ മധ്യത്തിലായിരിക്കണം. രാജാവിൻ്റെ ഓഹരി യൂദായുടെയും ബെഞ്ചമിൻ്റെയും അതിരുകൾക്കിടയിലും. മറ്റു ഗോത്രങ്ങളുടെ ഓഹരി. ബാക്കിയുള്ള ഗോത്രങ്ങളുടെ ഓഹരി കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ബെഞ്ചമിൻ്റെ ഭാഗം. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് ശിമെയോൻ്റെ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഇസാക്കറിൻ്റെ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ സെബുലൂൻ്റെ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഗാദിൻ്റെ ഓഹരി. ഗാദിൻ്റെ അതിരിനോട് ചേർന്ന് തെക്കോട്ട് താമാർ മുതൽ മെരിബാത്ത് കാദേശ് ജലാശയം വരെയും അവിടെ നിന്ന് ഈജിപ്തോട് വഴി മഹാസമുദ്രം വരെയാണ് തെക്കേ അതിർത്തി. ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ പൈതൃകാവകാശമായി നിങ്ങൾ വിഭജിച്ചെടുക്കേണ്ട ദേശമാണിത്. ഇവയാണ് അവരുടെ ഓഹരികൾ. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ജെറുസലേം കവാടങ്ങൾ. പട്ടണത്തിലെ പുറത്തേക്കുള്ള കവാടങ്ങൾ 4,500 മുഴം നീളവുമുള്ള വടക്ക് വശത്ത് 3 കവാടങ്ങൾ. റൂബൻ്റെയും യൂദായുടെയും ലേവിയുടെയും ഓരോന്ന്. ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരിലാണ് കവാടങ്ങൾ അറിയപ്പെടുക. 4,500 മുഴം നീളമുള്ള കിഴക്ക് വശത്ത് 3 കവാടങ്ങൾ. ജോസഫിൻ്റെയും ബെഞ്ചമിൻ്റെയും ദാനിൻ്റെയും. 4,500 മുഴം നീളമുള്ള തെക്ക് വശത്ത് 3 കവാടങ്ങൾ. ശിമെയോൻ്റെയും ഇസാക്കറിൻ്റെയും സെബുലൂൻ്റെയും. 4,500 മുഴം നീളമുള്ള പടിഞ്ഞാറ് വശത്ത് 3 കവാടങ്ങൾ. ഗാദിൻ്റെയും ആഷേറിൻ്റെയും നഫ്താലിയുടെയും. നഗരത്തിൻ്റെ ചുറ്റളവ് 18,000 മുഴമായിരിക്കണം. ഇനിമേൽ നഗരത്തിൻ്റെ പേര് യാഹ് വെഷാമ എന്നായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.